നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂവിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചറർ കമ്പനിയാണ്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മെയ് 24 മുതൽ 26 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 808 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 627 ക്രോഴ്സും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി 181 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിലായിട്ട് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും വിൽക്കുന്നത് ഓഹരികൾ. അപ്പോൾ നമുക്ക് ഈ ഓഹരികൾ, ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. കമൻറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2013 ഗുജറാത്തിലെ സൂററ്റിൽ രൂപം കൊണ്ട ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇൻ്റർമീഡിയറ്റ്സ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസും എല്ലാം വളരെ സങ്കീർണമായ കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. 2013 കമ്പനി ആരംഭിക്കുന്നതെങ്കിലും അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം റെഡിയായി വന്നു. 2017 ആക്ച്വലി റവന്യൂ ഡെവലപ്മെൻറ്റ് കമ്പനി ആരംഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ് ഈതർ ഇൻഡസ്ട്രീസ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം 2019 2021 ഇടയിൽ അവരുടെ CAGR ഗ്രോത്ത് റേറ്റ് 49.5% ഓർക്കണം. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ ബിസിനസ് മോഡലാണ് കമ്പനിക്കുള്ളത്. ഒന്ന്, സ്വന്തമായിട്ട് തന്നെ ലാർജ് സ്കെയിലിൽ ഈ ഇൻ്റർമീഡിയറ്റ്സും സ്പെഷ്യാലിറ്റി കെമിക്കൽസും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നു. അതുകൂടാതെ കോൺട്രാക്ട് ബേസിൽ, അതായത് ഓർഡർ അനുസരിച്ച് റിസർച്ചും മാനുഫാക്ചറിങ്ങും നടത്തുക എന്നുള്ളത്. പിന്നെ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള രീതിയിലുള്ള മാനുഫാക്ചറിങ്. ഈ 3 തരത്തിലുള്ള മാനുഫാക്ചറിങ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ബിസിനസ് മോഡലാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4MEP, MMBC, T2E, OTBN, NODG, DVL, പിന്നെ ബൈഫെത്രിൻ ആൽക്കഹോൾ, ഇവയുടെ എല്ലാം സോൾ മാനുഫാക്ചറാണ് ഇന്ത്യയിൽ ഈ കമ്പനി. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ വോളിയം ബേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ഈ 4MEPയുടെയും T2E, NODG, HEEP തുടങ്ങിയ കെമിക്കലുകളുടെ നിർമ്മാണ കാര്യത്തിൽ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ്സും സ്പെഷ്യാലിറ്റി കെമിക്കൽസും എല്ലാം നിർമ്മിക്കുന്ന ഈ കമ്പനി സൂററ്റിൽ 2 മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ 25 പ്രോഡക്റ്റുകളാണ് കമ്പനിക്കുള്ളത്. അവർ 34ഓളം ഗ്ലോബലായിട്ടുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നു. 18ഓളം രാജ്യങ്ങളിലേക്കാണ് ഈ പ്രോഡക്ട്സ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഏകദേശം 154 കമ്പനികൾക്ക് ഇവർ ഈ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്. ഇഷ്യൂവിന് മുമ്പ് 97% ഓഹരികളും പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് ഈ കമ്പനിയുടെ. 96.97% കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അശ്വിൻ ജയന്തിലാൽ ദേശായി, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. പിന്നെ പൂർണിമ അശ്വിൻ ദേശായി, റോഹൻ അശ്വിൻ ദേശായി, ഡോക്ടർ അമാൻ അശ്വിൻ ദേശായി. ഇത്രയും പേരാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഇൻഡിവിജ്വൽസ്. അതുകൂടാതെ ഇവരുടെ ഫാമിലി ട്രസ്റ്റുകളുണ്ട്. ADJ ഫാമിലി ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അശ്വിൻ ജയന്തിലാൽ ദേശായി ട്രസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ PAD ഫാമിലി ട്രസ്റ്റ്, RAD ഫാമിലി ട്രസ്റ്റ്, AAD ഫാമിലി ട്രസ്റ്റ്, AAD ബിസിനസ് ട്രസ്റ്റ്, ഇങ്ങനെ കുറച്ച് ട്രസ്റ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഇൻഡിവിജ്വൽസും ചേർന്നതാണ് ഈ പ്രൊമോട്ടേഴ്സ് പ്രധാനമായിട്ട്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന 627 കോടി രൂപ അവരുടെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂററ്റിലെ ഗ്രീൻഫീൽഡിലുള്ള അവരുടെ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും കുറച്ച് ഫണ്ട്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അവർക്ക് ആ ഫണ്ട് ഉപയോഗിക്കണം. പിന്നെ സാധാരണ നിലയിൽ പറയാറുള്ള പോലെ തന്നെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിനും ഈ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്.
ഈതർ ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണ്. EPS 7.36, PE റേഷ്യോ 82.88, 87.23, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 40.79%, ബുക്ക് വാല്യൂ 15.69 പെർ ഷെയർ എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പേർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ വിനാതി ഓർഗാനിക്സ്, ഫൈൻ ഓർഗാനിക്സ്, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, PI ഇൻഡസ്ട്രീസ്, നവീൻ ഫ്ലൂറൈൻ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ് ഇതിൻ്റെ പേർ കമ്പനികളായിട്ട് കാണുന്നത്. ഇനി ഈതർ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2019 റവന്യൂ നോക്കൂ. 203.3 കോടി രൂപയുടെ റവന്യൂ വരുമ്പോൾ അതിൻ്റെ അറ്റാദായം 23.3 കോടി രൂപയുണ്ട്. ലാഭം എന്ന് പറയുന്നത് അത് 2020 ആയപ്പോഴത്തേക്കും റവന്യൂ 303 203 നിന്ന് 303.8 കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ നെറ്റ് ഇൻകം 40 കോടിയായിട്ട് നെറ്റ് ഇൻകം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. 2021 നോക്കൂ, 303 നിന്ന് 453.8 8 കോടിയായിട്ട് ഇതിൻ്റെ റവന്യൂ വർദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ അറ്റാദായം 71.1 കോടി ആയിട്ട് അതും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അടുത്ത ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തെ അർദ്ധവാർഷിക കണക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് 295.7 കോടി രൂപയുണ്ട്. അതിൻ്റെ ഇതുവരെയുള്ള അർദ്ധവാർഷികമായിട്ടുള്ള നെറ്റ് ഇൻകം കാണിക്കുന്ന 57.5 കോടി രൂപയുമാണ്. ഇത് മാർജിൻ ആണ്, പ്രോഫിറ്റ് മാർജിനാണ് ഈ കാണിക്കുന്നത്. 11.5 2019, 13.2% ആണ് മാർജിൻ, പ്രോഫിറ്റ് മാർജിൻ കാണിക്കുന്നത് 2020. അടുത്ത വർഷമായപ്പോഴേക്കും അത് 15.7% വർദ്ധിച്ചു. പിന്നെ ഈ അർദ്ധവാർഷികത്തിൽ 19.4 ആണ് മാർജിൻ പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു ഫിനാൻഷ്യൽ കണക്കുകൾ തന്നെയാണ് ഈ കമ്പനിക്കുള്ളത്. നമുക്കിനി ഈതർ ഇൻഡസ്ട്രീസിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡേറ്റ് മെയ് 24 മുതൽ 26 വരെയാണ്. 610 രൂപ മുതൽ 642 വരെയാണ് പ്രൈസ് ബാൻഡ് വരുന്നത്. ഫ്രഷ് ഇഷ്യൂ 627 കോടി രൂപയ്ക്കുള്ളതാണ്. അതുപോലെ തന്നെ 28.2 ലക്ഷം ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 181.04 കോടിയാണ്. അപ്പോൾ ടോട്ടൽ വരുമ്പോഴത്തേക്കും ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 808.04 കോടി രൂപയ്ക്കുള്ളതാണ്. നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം എന്ന് പറയുമ്പോഴത്തേക്ക് 23 ഓഹരികൾ വരും. അങ്ങനെ 13 ലോട്ടുകൾ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് റീറ്റെയിലേഴ്സിന്. ഏറ്റവും കൂടുതൽ 50% ഓഹരികളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്. HNIസിന് 15%, റീറ്റെയിലേഴ്സിന് 35% ഓഹരികളും SEB ഇതിൽ അനുവദിച്ചിട്ടുണ്ട്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഓരോ ഓഹരിക്ക്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റുകൾ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് 31 തീയതിയാണ്. ഷെയർ കിട്ടാത്തവർക്ക് റീഫണ്ട് ജൂൺ 1 തീയതിയും കിട്ടിയവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ജൂൺ 2 തീയതിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്ന തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 3 തീയതിയുമാണ്. അപ്പോൾ ഇത് ഈ കമ്പനിയുടെ ഓഹരികൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഇത് സാമ്പത്തികമായിട്ട് വളരെ നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ കെമിക്കൽസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ പ്രോഡക്റ്റുകൾ പലതും സോൾ മാനുഫാക്ചറാണ്. ഇത് ഇന്ത്യയിൽ ഇവർ മാത്രം നിർമ്മിക്കുന്നുള്ളൂ എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെയധികം പ്രതീക്ഷകളുള്ള ഒരു നല്ല കമ്പനി തന്നെയാണ് ഇത്. എങ്കിൽ കൂടി ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് എല്ലാം സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവരുടെ പ്രധാന പ്രോഡക്റ്റുകളെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള കമ്പനികളും ഒക്കെ ആയിട്ടാണ് കോൺട്രാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റുകൾ പലതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഇൻകം പ്രധാനമായിട്ടും വരുന്നത് അവരുടെ ഒരു 5-6 പ്രോഡക്റ്റുകളിൽ നിന്നാണ്. അതും ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്, ഇത് അധികവും വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്കാണ് ഇവർ നൽകുന്നത് എന്നുള്ളതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന വ്യത്യാസം
അത് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ പൈസയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന നിരക്കുകളിൽ വരുന്ന വ്യത്യാസം ഒരുപക്ഷെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കമ്പനിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ എടുത്തു പറയാനില്ല. ലോങ് ടേം ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ചില ആശങ്കകളും ഈ കയറ്റിറക്കങ്ങളൊന്നും മാനിക്കാതെ, നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ ലോങ് ടേമിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓഹരി തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഓഹരി വിപണിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ ലഘുവായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് HDFC ബാങ്കും കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ എന്ന കമ്പനിയുമാണ്. ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും സന്ധിക്കുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.